സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. ചേലക്കരയിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് സർവകക്ഷി അനുസ്മരണ യോഗം നടന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഈ രാജ്യവും അതുപോലെ തന്നെ ലോകം മുഴുവൻ സാമ്പത്തികമായി പിന്നോക്കം പോവുകയും അത് സാമ്പത്തിക രംഗം ഉയർത്തിക്കൊണ്ടുവരാൻ എന്ത് ചെയ്യണം എന്ന് ലോകരാഷ്ട്രങ്ങൾ മൊത്തം തലപുകഞ്ഞ് ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയും പിന്നീട് പ്രധാനമന്ത്രിയുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം ഈ രാജ്യത്തെ വിവിധ കീ ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നല്ല പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. അത് ഒരുപാട് മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ വിളിക്കുകയും ഞങ്ങളെ അല്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗിനോട് PV നരസിംഹറാവു മുൻ പ്രധാനമന്ത്രി അപേക്ഷിക്കുകയാണ്. അതൊരു കേട്ടുകേൾവി പോലും ഇല്ലാത്തതും പൊതുവെ രാഷ്ട്രീയ രംഗത്ത് ഒരിക്കലും കേൾക്കാത്ത ഒന്നായിരുന്നു. അതിന് കാരണം അത്രയും അതുല്യ പ്രതിഭയായിരുന്നു. ആയതുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഭാരതം കണ്ട മഹാപ്രതിഭാശാലിയായ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ടുള്ള സർവകക്ഷി അനുസ്മരണ യോഗം ചേലക്കര ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM അനീഷ്, CPM ലോക്കൽ സെക്രട്ടറി MV മനോജ്, DCC ജനറൽ സെക്രട്ടറിമാരായ TM കൃഷ്ണൻ, TA രാധാകൃഷ്ണൻ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, CPI മണ്ഡലം സെക്രട്ടറി VK പ്രവീൺ, മുസ്ലിം ലീഗ് നേതാവ് റഷീദ് മാസ്റ്റർ, കേരള കോൺഗ്രസ് നേതാവ് ജോൺ ആടുപാറ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ, PA അച്ഛൻകുഞ്ഞ്, A അസനാർ, പ്രദീപ് നമ്പ്യാത്ത്, K രഘുനാഥ്, KK സത്യൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. അദ്ദേഹത്തെ ആസൂത്രണ ബോർഡ് അംഗമാക്കണമെന്ന് പറയാൻ അദ്ദേഹത്തോട് ജോലി രാജിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജോലി രാജിവെക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഒരു നിയമനിർമ്മാണം നടത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ ആസൂത്രണ ബോർഡ് അംഗമാക്കുന്നത്. അതിനുശേഷം ധനകാര്യ നമുക്കറിയാം റിസർവ് ബാങ്ക് ഗവർണറായി വന്നു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം 1991 നമ്മുടെ രാജ്യത്ത് വലിയ സാമ്പത്തിക ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ശ്രീ PV നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭയിലാണ് ആദ്യമായി ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നത്. അദ്ദേഹത്തോട് ഒരു പത്രമാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി, നിങ്ങളൊരു ക്രൈസിസ് പ്രധാനമന്ത്രി ആയിരുന്നില്ലേ, അപ്രതീക്ഷിതമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, ഞാൻ പ്രധാനമന്ത്രി മാത്രമല്ല ഒരു അപ്രതീക്ഷിത ധനകാര്യ വകുപ്പ് മന്ത്രി കൂടി ആയിരുന്നു. ഞാൻ ഒരിക്കലും ആകസ്മികമായിട്ടാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് എന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ അദ്ദേഹം നിർവഹിച്ച കടമകൾ, അദ്ദേഹം പ്രയത്നിച്ച വിവിധ തരത്തിലുള്ള ഉദ്യോഗങ്ങൾ എല്ലാം നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് കൃത്യമായി പഠിച്ച് എങ്ങനെയാണ് തങ്ങളുടെ രാഷ്ട്രീയ ജീവിതം കൊണ്ടു നടക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഇന്ന് നേരത്തെ അനീഷ് ചേട്ടനെല്ലാം പറഞ്ഞ പോലെ വളരെ കൃത്യമായി ഇന്ന് പത്രങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടത്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് കൃത്യമായി പഠിക്കേണ്ട പാഠമാണ്, പുസ്തകമാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ജീവിതം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് ഈ രാജ്യത്തെ നയിച്ച പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഭരണഘടനയോടുള്ള കൂറ് എക്കാലവും അദ്ദേഹം കാത്തുസൂക്ഷിച്ചിരുന്നു. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ
പരക്കെ ആദരിക്കപ്പെട്ട അദ്ദേഹം ഒട്ടനവധി വിഭാവനങ്ങൾ നമ്മുടെ രാജ്യത്തിനായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, തൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് നേരെയാണെങ്കിലും തനിക്ക് നേരെയാണെങ്കിലും ഏത് എതിർപ്പുകളോടെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ മര്യാദ കൈവിടാതെ രാഷ്ട്രീയമായ ഔന്നത്യം കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഞാൻ ദീർഘമായ മറ്റുള്ള സംസാരങ്ങളിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നു. മൻമോഹൻ സിംഗിനെ പോലുള്ള ഒരാൾ ധനകാര്യ വകുപ്പ് മന്ത്രിയായി വന്നപ്പോൾ ഇന്ത്യയിലെ പല ചിന്തകന്മാരും പറഞ്ഞൊരു അഭിപ്രായം, ഒരു ബ്യൂറോക്രാറ്റ് രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നു, രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്ന ഒരു ബ്യൂറോക്രാറ്റ് എന്നുള്ള നിലയ്ക്കാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ അന്ന് വിലയിരുത്തിയത്. പക്ഷേ 1991 നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്ന ഒരു നയം, തുറന്ന വാതിൽ നയം, അന്ന് ഇന്ത്യയിൽ വളരെയധികം ചർച്ച ചെയ്ത ഒരു നയമാറ്റമായിരുന്നു. 1958 ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും IMF വരെ തകർന്ന് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും ലോക സമ്പദ് വ്യവസ്ഥയാകെ തകർന്നു. എങ്ങനെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാമെന്ന് ചിന്തിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് 91 പൊതു തെരഞ്ഞെടുപ്പിൽ ശ്രീ രാജീവ് ഗാന്ധി ആകസ്മികമായി ശ്രീപെരുമ്പത്തൂരിൽ വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മരണവും അതിനുശേഷം ശ്രീ നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധനുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിൽ രാഷ്ട്രത്തോടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും ഒപ്പം കേരള കോൺഗ്രസ് ജേക്കബിൻ്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അറിവുണ്ടെങ്കിൽ ഒരു ദിവസം പറഞ്ഞാലും തീരാത്ത അത്ര കാര്യങ്ങൾ വിശദീകരിക്കുവാൻ കഴിയുമെന്നാണ് ഇതിനകം ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ കാലഘട്ടത്തിൽ മന്ത്രങ്ങൾ അറിയുന്നവർ തന്ത്രിയും തന്ത്രങ്ങൾ അറിയുന്നവർ മന്ത്രിയുമായി ഭരിക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യാസമായിക്കൊണ്ട് അറിവിൻ്റെ പിൻബലത്തിൽ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയും തുടർന്ന് 2 തവണ പ്രധാനമന്ത്രിയുമായ ഒരു വ്യക്തിത്വമാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന തിരിച്ചറിവ് ഓരോ ഇന്ത്യൻ പൗരനും ഉണ്ടാകേണ്ടതാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് റിസർവ് ബാങ്ക് ഗവർണറായിരിക്കുന്ന കാലഘട്ടവും അതിനുശേഷം നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ച ആ കാലഘട്ടവുമൊക്കെ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട പ്രവർത്തനങ്ങളാണ് ശ്രീ മൻമോഹൻ സിംഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം. വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മുതൽ പ്രവർത്തിക്കുന്നു. മൂൺസ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, കിള്ളിമംഗലം, ഊതുവടി. ഫോൺ 8129005144.